ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ കൊമേഴ്സ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. സോ അതിൽ അക്കൗണ്ടിങ്, ഫിനാൻസ്, HRM ഈ പറയുന്ന യൂണിറ്റ്സുകളിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ കമ്മിങ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസുകളൊക്കെ നിങ്ങളൊന്ന് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സോ നമുക്ക് കഴിഞ്ഞു പോയ ഈ ഒരു എക്സാമിനാണെങ്കിൽ പോലും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ യൂഷ്വലി പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഏരിയ, ഒരു കോമൺ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൊമേഴ്സ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ രണ്ടിനെയും ക്വസ്റ്റ്യൻസ് റെഫറൻസിന് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയും പോകുന്നത്. സോ 2023 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ മാർക്കറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് STP എന്ന് പറയുന്നത്. വാട്ട് ഇസ് STP? എന്താണ് STP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് STPയുടെ ഒരു ആവശ്യകത? ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ? പല താല്പര്യങ്ങളുള്ള, പല പ്രിഫറൻസ് ഉള്ള, പല ടേസ്റ്റ് ഉള്ള, പലതരത്തിലുള്ള ആൾക്കാരാണ് ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പം നമ്മളിവർക്ക് എല്ലാവർക്കും കൂടി ഒരേ തരത്തിലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല. അപ്പം നമുക്ക് അവരെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഏത് കാറ്റഗറിയാണ്, ഏത് കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ തരത്തിലുള്ള പ്രൊഡക്റ്റ് ആവശ്യം, അങ്ങനെ ഒരു കൃത്യമായ പഠനം നടത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടുപിടിച്ച് അവിടെ വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കൊണ്ടുവരാനായിട്ട്. അതല്ലെങ്കിൽ അത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആവില്ല എന്നുള്ളതാണ്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് STP എന്ന് പറയുന്നത്. ഓക്കെ, so an organization can't afford to have similar strategies for a product promotion amongst all individuals. Not every individual has the same requirement and demand. That's a difference അല്ലേ? എല്ലാവർക്കും ഉള്ളത് ഒരേ പ്രിഫറൻസോ ഒരേ താല്പര്യങ്ങളോ ഒരേ ഇൻട്രസ്റ്റുകളോ ആയിരിക്കില്ല. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അതിൽ നമുക്ക് പല പല ബേസിസുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ വൈസ് ഉള്ള, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ വൈസ്, ഏജ് വൈസ്, ഒക്യുപ്പേഷൻ വൈസ്, ഇതിന് ഓരോന്നിനെയും ബേസ് ചെയ്ത് നമുക്കുള്ള പ്രിഫറൻസസ്, നമുക്കുള്ള നീഡ്സ്, ഡിമാൻഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അവിടെയാണ് STP എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ STP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ് എന്നുള്ളതാണ്. സോ വാട്ട് യു മീൻ ബൈ സെഗ്മെൻറ്റേഷൻ? നമ്മൾ ഇന്ന് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ടോപ്പിക്കിലാണ്, സെഗ്മെൻറ്റിംഗ് എന്നുള്ളത്. സോ സെഗ്മെൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഒരു കംപ്ലീറ്റ് മാർക്കറ്റിനെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബേസ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിളായിട്ട് പറയാം, നമ്മൾ ഈ പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് വൈസ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുമ്പം ഏത് ഏജ് ഗ്രൂപ്പിനാണ് വേണ്ടത്, അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിനെ സോർട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന പോലെ മാർക്കറ്റിനെ ഏത് ബേസ് ആണോ ആവശ്യം അതനുസരിച്ച് അതിനെ പല രീതിയിൽ സെഗ്മെൻറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തെടുക്കുകയാണ് സെഗ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇതിന് പല ബേസിസ് ഉണ്ട്, പല മെത്തേഡ്സുകളുണ്ട്. ഇനി നമ്മളിങ്ങനെ പല ഗ്രൂപ്പുകളാക്കി കഴിഞ്ഞിട്ട്, അപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ളവർക്കും ഏകദേശം ഒരേ പ്രിഫറൻസസ് ഉള്ളവരായിരിക്കും. ആ രീതിക്കാണ് നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മാർക്കറ്റ് ഏതാണ്, സെഗ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യും. ദാറ്റ് ഇസ് ടാർഗറ്റിംഗ്. ആൻഡ് ഫൈനലി പൊസിഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ മനസ്സിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്ത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. സോ സെഗ്മെൻറ്റിംഗ്, ടാർഗറ്റിംഗ്, പൊസിഷനിങ്. ഓക്കെ, സോ കംസ് ടു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ടോപ്പിക്. സോ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് നോക്കി, എ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഈസ് എ സ്മോൾ യൂണിറ്റ് വിത്തിൻ എ ലാർജ് മാർക്കറ്റ് കംപ്രൈസിങ് ഓഫ് ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ വരുന്നവരെല്ലാം ഒരേപോലത്തെ ഇഷ്ടങ്ങളുള്ള, അല്ലെങ്കിൽ ഒരേപോലത്തെ താല്പര്യങ്ങളുള്ള വ്യക്തിയായിരിക്കും ഓരോ സെഗ്മെൻറ്റിലും വരിക എന്നതാണ്. ഓക്കെ, സോ a market segment comprises of individuals who think on the same lines and have similar interest. ഒരേ താല്പര്യങ്ങളുള്ള, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഒരേ സെഗ്മെൻറ്റ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു പെർട്ടിക്കുലർ ബേസ് യൂസ് ചെയ്തിട്ടാണ് ഇവരെ സെഗ്മെൻറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ദ ഇൻഡിവിജ്വൽസ് ഫ്രം ദ സെയിം സെഗ്മെൻറ്റ് റെസ്പോണ്ട് ഇൻ എ സിമിലർ വേ ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ മാർക്കറ്റ്. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ആ സെഗ്മെൻറ്റിലുള്ള വ്യക്തികളെല്ലാം ഒരുപോലെ ആയിരിക്കും മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ സെഗ്മെൻറ്റിംഗ് ചെയ്യും നോക്കുക. സോ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിസുകളാണ് നമ്മളിവിടെ കാണുന്നത്. ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ഉണ്ട്, സോഷ്യോ കൾച്ചറൽ
സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ 2023 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിലും ഇതിന് മുൻപുള്ള വർഷങ്ങളിലാണെങ്കിൽ പോലും ഈ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് എക്സാക്ട്ലി ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് എടുത്തിട്ട് ഈ സെഗ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് വൺ, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം അവിടെ എന്തിനെ ബേസ് ചെയ്തായിരിക്കും? റീജിയൻ, അല്ലെങ്കിൽ ഇപ്പം സൈസ് ഓഫ് മെട്രോപൊളിറ്റൻ ഏരിയ, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ക്ലൈമറ്റ് സോൺ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തതെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും? ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ, നിങ്ങളോട് ഏതൊക്കെ ബേസിസിൽ സെഗ്മെൻറ്റേഷൻ നടത്തുന്നുണ്ട് എന്ന് ചോദിക്കാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഓരോ സെഗ്മെൻറ്റിലെയും ഫാക്ടേഴ്സുകൾ നിങ്ങളോട് എടുത്ത് ചോദിക്കാം. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ പോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെ എന്നുള്ള രീതിയിൽ കോമ്പിനേഷനിൽ ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ജിയോഗ്രാഫിക് ആണ്. ദെൻ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി. നമ്മൾ മുമ്പേ പറഞ്ഞ് ഏജ് ഒക്കെ എവിടെയാണ് വരുന്നത്? ഡെമോഗ്രാഫിക്കിൽ വരും. അതുപോലെ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെമോഗ്രാഫിക് ആണ്. ഇൻകം ബേസ്ഡ്, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ഹൗസ് ഹോൾഡ് സൈസ്, ഫാമിലി സൈസ്, എത്നിസിറ്റി, ഈ ഒരു ബേസിസിലൊക്കെയാണ് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തതെങ്കിൽ നമ്മളതിന് എന്ത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കും? ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഉള്ളിൽ വരുന്നത് ഏതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കി. പേഴ്സണൽ ട്രേറ്റ്സ്, ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈൽ, വാല്യൂസ്, പേഴ്സണാലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ വരുന്നത്. ആൻഡ് ദെൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? പർച്ചേസ് ഒക്കേഷൻ, ബെനിഫിറ്റ് സോട്ട്, യൂസർ സ്റ്റാറ്റസ്, യൂസേജ് റേറ്റ്, ലോയൽറ്റി സ്റ്റാറ്റസ്, റെഡിനെസ് സ്റ്റേറ്റ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രോഡക്റ്റ്. ഇപ്പോൾ ആൾക്കാർ എത്രത്തോളം വാങ്ങിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു മന്ത്ലി ആണെങ്കിൽ അവർ എത്ര ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, റിക്കറിങ് നേച്ചറിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയറൽ. അവരുടെ കസ്റ്റമറിൻ്റെ ബിഹേവിയർ ആണ് കൂടുതലും ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഐഡിയ ഒക്കെ കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബേസിൽ. കാരണം അവരെത്രയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചും, അയാൾ യൂസർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഇപ്പോൾ എക്സ് യൂസർ ആണോ അതോ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും പഠിച്ചെടുക്കാവുന്ന കാര്യമാണ് അല്ലേ. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ പേഴ്സണൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാം അല്ലേ. അതുപോലെ ഇപ്പോൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നതും നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സെഗ്മെൻറ്റേഷൻ ആണ്. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന തോട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പം അയാൾ ഏജ് വൈസ് ആയിട്ട് അയാൾ ഇന്നത് മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ദർ ഇസ് അല്ലേ, ജനറലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഐഡിയ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ആണ്. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇയാൾ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര തവണ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ ബേസ് ചെയ്ത് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ആണ്. ദെൻ സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ, കൾച്ചർ, സബ് കൾച്ചർ, സ്റ്റേജസ് ഓഫ് ഫാമിലി സൈക്കിൾ, സോഷ്യൽ ക്ലാസ്, റിലീജിയൻ ഒക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരും? സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഓരോ സെഗ്മെൻറ്റേഷൻ, ഏതൊക്കെ തരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഓരോ സെഗ്മെൻറ്റിൻ്റെയും കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ എനിവേ ജൂൺ 2023 കൊമേഴ്സ് സ്റ്റുഡൻസിനോട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ചോദിച്ചത് ഓരോ സെഗ്മെൻറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ വരുന്ന കാറ്റഗറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെഗ്മെൻറ്റേഷൻ ക്രൈറ്റീരിയ ദ പ്രെഡിക്റ്റബിലിറ്റി ഓഫ് കൺസ്യൂമർ ചോയ്സ് ബിഹേവിയർ ഈസ് ദ ഹയസ്റ്റ്. അതായത് നമുക്ക് കൺസ്യൂമറിൻ്റെ ചോയ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഏത് സെഗ്മെൻറ്റിൻ്റെ ബേസിലായിരിക്കും? സൈക്കോളജിക്കലും വേരി ചെയ്യാം അല്ലേ. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. സോ അവിടെ നോക്കി ഈ പറയുന്ന പേഴ്സണൽ ട്രേറ്റ്സ്, ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഒരുപോലെ പോകണമെന്നില്ല, അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ. സോ അതും നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ബിഹേവിയർ ഐഡൻറ്റിഫിക്കേഷൻ സാധിക്കില്ല. എവിടെ ആക്ച്വലി ഇത് സാധിക്കുന്നത്? ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ തന്നെയാണ്. കാരണം അവർ വാങ്ങിച്ചു, എപ്പോൾ വാങ്ങിക്കുന്നു, എത്ര തവണ വാങ്ങിക്കുന്നു, അവർ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു എന്നൊക്കെ ഉള്ളതിൽ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ എടുക്കാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഓക്കെ അടുത്ത മാസം ഇയാൾ വരും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം
അല്ലേ? അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടൊരു സെഗ്മെൻറ്റേഷൻ പോസിബിൾ ആകുന്നത് ബിഹേവിയറിലാണ്. ഡെമോഗ്രാഫിക്കലും അത് അത്രത്തോളം, ജിയോഗ്രാഫിക്കൽ ബേസ് ആയിട്ടും നമുക്ക് അത്രത്തോളം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല പൂർണ്ണമായിട്ടും. ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഇതിലെല്ലാം പറ്റും, പക്ഷേ ഏറ്റവും ഹയസ്റ്റ് ഏതിലാണ്, വിച്ച് ഇസ് ഇൻ കേസ് ഓഫ് ബിഹേവിയറൽ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മളെ സംബന്ധിച്ചോളം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലതരത്തിലുള്ള, നമ്മളൊരു കംപ്ലീറ്റ് മാർക്കറ്റ് മിക്സ് എന്ന് പറയുമ്പോൾ 4 P'സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 P'സിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് ഒക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ P'യെ കുറിച്ച്, അതായത് 4 P'സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ 4 P'സിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. സോ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പല ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്, ടൈപ്സ്, ക്ലാസസ് ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് വീഡിയോസുകൾ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചും നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇക്കഴിഞ്ഞ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നോക്കിയേ, എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ? പ്രൊഡക്റ്റിൻ്റെ ലൈഫ് അത് എങ്ങനെ പോകുന്നു, അതിലുണ്ടായിരുന്ന പല പല സ്റ്റേജസ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് അവസാനം ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഫേസ് ഔട്ട് ചെയ്യുന്നിടം വരെ അതിൻ്റെ ലൈഫ്, അതിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സ്റ്റേജസിലും നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡെസിഷൻസ് ഒക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജീസും ടൂൾസും ആയിരിക്കില്ല നമ്മൾ അത് ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മച്യൂരിറ്റി സ്റ്റേജിൽ പോകുമ്പോഴോ ഡിക്ലൈൻ സ്റ്റേജിൽ പോകുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് പോകുന്നത്, ഏത് സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജീസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. സോ ദ കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ആൻഡ് ബൈ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആസ് എ ഫാക്ടർ ഇൻ ഡിസൈഡിങ് വെദർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ഇൻക്രീസ് അഡ്വർടൈസിംഗ്, reduce price, expand new market or redesign packaging. അതായത് അത് ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ള പഠനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കുറച്ചുകൂടെ നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൂട്ടണോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിലും പ്രൈസ് കുറച്ചുകൂടെ കുറയ്ക്കണോ, ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, the process of strategizing ways to continuously support and maintain a product is called the product life cycle management. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടിന്യൂലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്നാണ്. സോ ബേസിക്കലി ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പോകുന്നത് ഇങ്ങനെയാണ് അല്ലേ. അതിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിന് ഗ്രോത്ത് ഉണ്ട്, അത് കഴിയുമ്പോൾ അത് മച്യൂരിറ്റി ചെല്ലുന്നു, അത് ഡിക്ലൈൻ ചെയ്യുന്നു. ജനറലി ഇതാണ് ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് സംഭവിക്കുന്നത് അല്ലേ. സോ ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അസംഷൻ? പ്രൊഡക്റ്റ് ഹാവ് എ ലിമിറ്റഡ് ലൈഫ്. പ്രൊഡക്റ്റ് ഒരു അൺലിമിറ്റഡ് ലൈഫ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് പീരീഡ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനൊരു ലിമിറ്റഡ് ലൈഫ് ഉണ്ട്, ഒരു പരിധി, ഒരു കാലയളവുണ്ട് അല്ലേ. സോ അതാണ് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഇനി സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ് പാസ് ത്രൂ ഡിസ്റ്റിങ് സ്റ്റേജസ്, ഈച്ച് പോസിങ് ഡിഫറെൻറ്റ് ചലഞ്ചസ് ടു ദി സെല്ലർ. അപ്പം ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഓരോ സ്റ്റേജിൽ കൂടി പോകുമ്പോഴും പലതരത്തിലുള്ള ചലഞ്ചസ് ആർക്ക് കൊടുക്കും? ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കമ്പനിക്ക്, ആ ഒരു സെല്ലറിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് പലതരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ തവണയും അവർ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പല പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. പ്രോഫിറ്റ്സ് ആൻഡ് സെയിൽസ് റൈസ് ആൻഡ് ഫെയിൽ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. സോ പ്രോഫിറ്റ്സിലും മാറ്റങ്ങൾ വരും, പ്രോഫിറ്റ്സ് കൂടുകയും കുറയുകയും ചെയ്യും, അതുപോലെ തന്നെ സെയിൽസും കൂടുകയും കുറയുകയും ചെയ്യും. ഓരോ സ്റ്റേജിൻ്റെ ഓരോ ലെവലിലേക്ക് പോകും, അതല്ലാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും നിൽക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി പ്രോഡക്ട്സ് റിക്വയർ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഈച്ച് ലൈഫ് സ്റ്റേജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇതിൻ്റെ ഓരോ ലൈഫ് സ്റ്റേജിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പാർട്ടിലും നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന സ്ട്രാറ്റജീസിലും ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് ആണ്. കൃത്യമായിട്ട് അസംഷൻസ് പഠിച്ചു വെക്കണം. അത് ഈ ഒരു ടോപ്പിക് എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന ഏത് സബ്ജക്റ്റിൻ്റെ ഏത് ടോപ്പിക് ആണെങ്കിലും അതിൽ അസംഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ, തിയറീസ് പഠിക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത അസംഷൻസ് പലപ്പോഴായി പഠിക്കാൻ കാണും അല്ലേ. അസംഷൻസ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഒക്കെ ഈ പറയുന്ന അസംഷൻസുകൾ എടുത്തു ചോദിക്കാറുണ്ട്. നമ്മളപ്പോൾ അത് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അസംഷൻസ് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറഞ്ഞു. സോ ഒരു സ്ട്രാറ്റജീസ് കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകാം.
സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ അവിടെ ബേസിക് പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റൻഷൻസ് കൊണ്ടുവരും, അല്ലെങ്കിൽ സർവീസ്, വാറണ്ടി പോലുള്ള കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യും എന്നുള്ളതാണ്. മച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുമ്പോഴോ നമ്മൾ അതിനെ നമ്മുടെ ബ്രാൻഡിനെ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് ഔട്ട് ആയി പോകും എന്നുള്ളത്. ദെൻ പ്രൈസിലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ് യൂസ് ചെയ്യാം. വാട്ട് ഇസ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്? അതായത് നമുക്ക് ഏതാണെങ്കിലും ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോസ്റ്റ് ആകും, പ്ലസ് നിങ്ങൾക്ക് ഒരു ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടി അതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുക്കുക. അതൊരു ബേസിക് മെത്തേഡാണ്. സോ അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് മാർക്കറ്റിനെ മാക്സിമം പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഏത് പ്രൈസിൽ പോകുമ്പോഴാണോ അതനുസരിച്ചുള്ള പ്രൈസ് മെക്കാനിസം നിങ്ങൾ യൂസ് ചെയ്യുക. മച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ തകർക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നമ്മുടെ സാഹചര്യം അനുസരിച്ച് പറ്റുന്നത് അവരെ തകർക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതേ ഒരു പ്രൈസിനെ മാച്ച് ചെയ്യുന്ന രീതിക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ്. ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കണം, കട്ട് ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ എല്ലാവർക്കും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പ്രൊഡക്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. പക്ഷേ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇനി വളർച്ച വന്നല്ലേ, സോ നിങ്ങൾക്ക് ഇൻറ്റൻസീവായിട്ട് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂഷൻ നടത്താം. മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പിന്നെയും നിങ്ങളുടെ സെയിൽസ് കൂടി, സോ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റൻസീവായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നടത്താം. ഡിക്ലൈൻ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? സിലക്റ്റീവായിട്ടേ ചെയ്യാവുള്ളൂ. അതായത് ചില ഏരിയാസ് അല്ലെങ്കിൽ ചില സെഗ്മെന്റ്സ് നിങ്ങൾക്ക് ഒട്ടും തന്നെ അവിടെ സെയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ലെന്ന് തോന്നിയാൽ ആ സെഗ്മെന്റ്സുകൾ നിങ്ങൾ റിമൂവ് ചെയ്യുക, ബാക്കിയുള്ള സെഗ്മെന്റ്സിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അഡ്വർടൈസിങ് ത്രൂ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കുക, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു. സോ ഇറ്റ്സ് അബൌട്ട് അവയർനെസ്. ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴോ അവയർനെസ് കൊണ്ടുവരുന്നതോടൊപ്പം അവർക്കൊരു ഇൻട്രസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അഡ്വർടൈസ്മെന്റ് ത്രൂ. മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്രാൻഡിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡിനെയാണ് അവരിലേക്ക് എടുത്ത് കാണിക്കുന്നത്. മറ്റു ബ്രാൻഡുകളായിട്ട് നമ്മുടെ ബ്രാൻഡിനുള്ള ഡിഫറൻസ് അത് സ്ട്രെസ് ചെയ്ത് അങ്ങനെ അവരിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. ആൻഡ് ഫൈനലി ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹാർഡ് കോർ ആയിട്ടുള്ള, അതായത് എപ്പോഴും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ലോയൽ കസ്റ്റമേഴ്സിലേക്ക് മാത്രം അവരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടുന്ന മാത്രം അഡ്വർടൈസിങ്ങും കാര്യങ്ങളും മാത്രമാണ്. അതായത് വളരെ മിനിമം ലെവൽ ഓഫ് അഡ്വർടൈസിംഗ് ആണ് വരിക. ദെൻ സെയിൽസ് പ്രൊമോഷനിലേക്ക് വരുമ്പോഴോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഹെവി സെയിൽസ് പ്രൊമോഷൻ യൂസ് ചെയ്യും. കാരണം പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നേ ഉള്ളൂ, ആൾക്കാരൊക്കെ ഇത് വാങ്ങിച്ച് അറിഞ്ഞു തുടങ്ങണം. സോ അവിടെ ഹെവി ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻസ് പോകും. ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്? റെഡ്യൂസ് ടു ടേക്ക് ഓഫ് അഡ്വാൻറ്റേജ് ഓഫ് ഹെവി കൺസ്യൂമർ ഡിമാൻഡ്. ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് അത്യാവശ്യം കൺസ്യൂമർ ഡിമാൻഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ പ്രൊമോഷൻ കുറയ്ക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ദെൻ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രാൻഡ് സ്വിച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് ഈ പറയുന്ന മറ്റൊരു ബ്രാൻഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് അവരെ ശ്രമിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ബ്രാൻഡ് സ്വിച്ചിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഡിക്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഡ്യൂസ് ടു മിനിമൽ ലെവൽ. അതായത് ഒരു മിനിമം ലെവൽ സെയിൽസ് പ്രൊമോഷൻ, അത്യാവശ്യം ഒരു പ്രൊമോഷൻ എന്നുള്ളൊരു പർപ്പസിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ല ഒരു ഹെവി പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു പോയിന്റിൽ മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റ് കമ്പനിയിൽ നിന്ന് നമ്മളിലേക്ക് സ്വിച്ച് ചെയ്ത് എത്താനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയുമാണ് നമുക്ക് സ്ട്രാറ്റജീസ് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡിസംബർ 2023 കൊമേഴ്സ് സ്റ്റുഡൻസിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണ്, ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ അസംഷൻസ്. സോ ക്വസ്റ്റൻ എന്താണ്? അസംഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇത് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രോഫിറ്റ്സ് റിമെയിൻ സ്റ്റേബിൾ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഫിറ്റ്സ് സ്റ്റേബിൾ ആയിട്ടാണോ നിൽക്കുന്നത് എല്ലാ സ്റ്റേജിലും? ഒരിക്കലും അല്ല. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ വരാൻ പാടില്ല. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ബി ആൻഡ് സി. ഈ രണ്ട് ഓപ്ഷൻസും എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. നൗ നിങ്ങൾ ആകെ ഒരേ കാര്യം ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം, ബി തെറ്റാണെങ്കിൽ ഓപ്ഷൻ ഡി ചൂസ് ചെയ്യാം. സോ മൂവിങ് ടു ബി. പ്രോഡക്ട്സ് ഹാവ് ആൻ അൺലിമിറ്റഡ് ലൈഫ്. ശരിയാണോ? തെറ്റാണ്. ലിമിറ്റഡ് ലൈഫാണ്. സോ എയും ബിയും വരാൻ പാടില്ല. നോക്കിയേ, നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമ്മൾ ആൻസറിലേക്ക് വന്നു, നമ്മൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സിലേക്ക് എത്തി പോലുമില്ല. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും
കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. CDE ആയിരിക്കും ആൻസർ. സോ നമുക്ക് ആ ഓപ്ഷൻസ് ശരിയാണോ നോക്കാം. Product sale pass through distinct stages, each posing different challenges, opportunities and problem to seller. Exactly, നമ്മൾ ഈ പോയിന്റ് ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്താണ്. Products require different marketing, financial and manufacturing, purchasing and human resource strategies in each of the stages. അല്ലേ, ഓരോ സ്റ്റേജിലും പലതരത്തിലുള്ള സ്ട്രാറ്റജീസുകൾ ആവശ്യമാണ്. Products have limited life. Okay, so CDE. So the correct option for this question is option D. Okay. സോ അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പി ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? അഡ്വർടൈസിങ് വരും, സെയിൽസ് പ്രൊമോഷൻ വരും, പേഴ്സണൽ സെല്ലിംഗ് വരും, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത്, ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇതെല്ലാം ചേരുന്നതാണ് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് ഓർ വൺ ടു വൺ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. കസ്റ്റമറും
സെല്ലിംഗ് പേഴ്സണും സെയിൽസ് പേഴ്സണും തമ്മിലുള്ളൊരു ഡയറക്റ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്ന ഒന്നാണ് ഇവിടെ സംഭവിക്കുന്ന പേഴ്സണൽ സെല്ലിങ്ങിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കൊരു പ്രൊഡക്റ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കാര്യങ്ങൾ എത്തിക്കാൻ, കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അവരുടെ ഡിമാൻഡ് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെ പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഐഡിയൽ ഇഫ് ദ product is more complex in nature, higher in price and customizable according to customers' need. അപ്പോൾ നമുക്ക് അവരുടെ നീഡ്സിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇത് ഹൈ പ്രൈസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് സെയിൽസ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പിനെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ലൊരു പേഴ്സണൽ സെല്ലിംഗ് ത്രൂ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ പേഴ്സണൽ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് 2023 മാത്രമല്ല, അതിനു മുമ്പും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് പ്രോസ്പെക്റ്റിംഗ്. എന്താണ് പ്രോസ്പെക്റ്റിംഗ്? പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോസ്പെക്റ്റിംഗിലാണ്. സോ ഹിയർ ദ സെയിൽ പ്രൊഫഷണൽ വർക്ക് ടു ക്രിയേറ്റ് ആൻഡ് ഡെവലപ്പ് ഡേറ്റാബേസ് ഓഫ് പൊട്ടൻഷ്യൽ customers called sales leads through lead generation. The goal is to find strong potential customers and create a list of prospects. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിക്കുന്ന ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിലേക്കാണ് എന്നൊക്കെയുള്ളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏതെന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ കുറിച്ച് എടുത്തു വെച്ച് നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന ആൾക്ക് ഇത് വാങ്ങിക്കാനൊരു സാധ്യതയുണ്ട് അല്ലേ? സോ അങ്ങനെ ഒരു ഫെർദർ സ്റ്റഡിയുടെ ബേസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് പേഴ്സണൽ സെൽ. നമ്മളെല്ലാവരുടെയും അടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് പോയി ആവശ്യമില്ലാത്തവർക്കും താല്പര്യമില്ലാത്തവരെയും നമ്മൾ ആ പ്രൊഡക്റ്റ് കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാൻ സാധ്യതയുള്ളവരെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അതാണ് പ്രോസ്പെക്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ, പ്രിപ്പറേഷൻ ഓർ പ്രീ അപ്രോച്ച്. So before making contact with the prospectus, the salesperson engages in thorough preparation and പ്ലാനിങ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചു, ഇനി ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെക്കുറിച്ച് ഒന്ന് പഠിച്ച് കൃത്യമായി അവരെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതാണ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രീ അപ്രോച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? റിസർച്ചിങ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസ്പെക്ട്സ് നീഡ് ആൻഡ് സ്ട്രാറ്റജൈസിങ് ദ അപ്രോച്ച് ടു ദ സെയിൽസ് പ്രസന്റേഷൻ. സോ നമ്മൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് വൃത്തിയായിട്ട് മനസ്സിലാക്കണം അല്ലേ? നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ പ്രോസ്പെക്ടസിനെ നമ്മൾ കൃത്യമായിട്ട്, അതായത് ഇത് വാങ്ങിക്കാൻ നമ്മളിത് ആരിലേക്കാണോ ഇതുമായിട്ട് പോകുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അയാളുടെ നീഡ്സ്, അയാളുടെ താല്പര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പേഴ്സണൽ സെല്ലിങ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പ്രീ അപ്രോച്ച് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? ഇറ്റ്സ് അബൌട്ട് അപ്രോച്ച്. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റേജിലാണ് ഫസ്റ്റ് ആയിട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് സെയിൽസ് പേഴ്സൺ കോൺടാക്റ്റിൽ വരുന്നത്. ഓക്കെ, സോ ദ ഗോൾ ഈസ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രോസ്പെക്ട് ആൻഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പം അവരുമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏത് സ്റ്റേജിൽ ചെയ്യുന്നത്? അപ്രോച്ച് സ്റ്റേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ അപ്രോച്ചിൽ നമ്മളതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ ചെയ്തു. ആൻഡ് അപ്രോച്ച് സ്റ്റേജിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവരിലൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഇൻ ദിസ് സ്റ്റേജ് ദ സെയിൽസ് പേഴ്സൺ പ്രസന്റ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ദി പ്രോസ്പെക്ട്. അപ്പം ഇനി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കാണിക്കുകയാണ്. നമ്മൾ പ്രൊഡക്റ്റിനെ അവരെ കാണിച്ച് നമുക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് പ്രസൻറ്റേഷൻ. അവരെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ടേം വൈസ് തന്നെ ഓർത്തെടുക്കാവുന്നുള്ളൂ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അവരെ കൃത്യമായി കാണിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. നൗ ഇറ്റ്സ് ദ ടൈം ടു ഹാൻഡിൽ objections. Okay, so during or after the presentation, the prospect may raise objections or concern about the product pricing or other aspects. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്? അയാൾ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കൺസേണുകൾ പറയാനുള്ള സാധ്യതയുണ്ട്. ഇതിന് വില കൂടുതലാണല്ലോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ശരിക്കും ഒരു സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി എന്താണോ ആ ഒരു വ്യക്തി പറയുന്നത് അത് മനസ്സിലാക്കി അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് അയാൾക്ക് കാര്യങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് അയാൾ ഇത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ആര് ചെയ്യേണ്ടത്? സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത്. സോ ഹി ഹാസ് ടു ലിസൺ ആക്റ്റീവ്ലി, അക്നോളജ് ഒബ്ജെക്ഷൻസ് ആൻഡ് റെസ്പോണ്ട് പ്രൊഫഷണലി ആൻഡ് പെർസ്വേഡ്ലി ടു ഓവർകം ദീസ്
ഒബ്ജെക്ഷൻസ്. അപ്പം നമുക്ക് അവർ പറയുന്ന ഒബ്ജെക്ഷൻസിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റണം അല്ലേ, നമുക്കത് ഇന്നതാണ്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതല്ലെങ്കിൽ ഇങ്ങനൊരു ഫെസിലിറ്റി ആണുള്ളത് എന്ന് നമുക്ക് കൃത്യമായി വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. ഇത് സക്സസ്ഫുൾ ആയാൽ മാത്രമാണ് അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ക്ലോസിംഗ്. So here the salesperson asks the prospect to make a purchase. The goal is to close the sale and finalize the transaction. ഇവിടെയാണ് ആ ഒരു വ്യക്തി വാങ്ങിക്കൂ എന്നാവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളെ വാങ്ങിക്കാൻ പൂർണ്ണമായിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് എവിടെയാണ്? ക്ലോസിംഗ് സ്റ്റേജിലാണ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് ക്ലോസ് ചെയ്തു, അത് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇറ്റ്സ് അബൌട്ട് ആ ക്ലോസിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ എന്തായിരിക്കണം സംഭവിക്കേണ്ടത്? പർച്ചേസ് ആണ് സംഭവിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് ഫോളോ അപ്പ്. ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. എന്താ നമ്മൾ ഫോളോ അപ്പ് സ്റ്റേജിൽ ചെയ്യുന്നത്? ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. Where the salesperson follows up with the customer after the sale has been made. The goal is to ensure customer satisfaction and build a long-term customer relationship with the customers. നമ്മളൊരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തു, അവർക്ക് സെയിൽ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. അവരുമായിട്ട് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. ആഫ്റ്റർ സെയിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാവുന്നല്ലേ, നമ്മൾ കാണുന്ന, നമ്മൾ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനോരോ ടേമുകൾ പറയുന്നു, അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആൻഡ് സ്റ്റെപ്പുകൾ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് ഇറ്റ്സ് അബൌട്ട് പ്രോസ്പെക്റ്റിംഗ്, പ്രിപ്പറേഷൻ ഓർ പ്രീ അപ്രോച്ചിന് ശേഷം എന്ത് വരും? ഇറ്റ്സ് അബൌട്ട് അപ്രോച്ച്, ദെൻ അതിനെ പ്രസന്റ് ചെയ്യുന്നു, ദെൻ ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു, ദെൻ ക്ലോസ് അല്ലേ, ക്ലോസിംഗ്, ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് ഫോളോ അപ്പ്. ഓക്കെ, സോ അഗെയിൻ ജൂൺ 2023 കൊമേഴ്സ് സ്റ്റുഡൻസിനോട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സെയിൽസ് സ്റ്റെപ്പ് in which a salesperson learns as much as possible about the prospective customer before making a sales call is known as. സോ എന്താ ഇവിടെ, അതായത് ഇതിനു മുമ്പ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ചോദിച്ചത്. നിങ്ങൾക്ക് ഇനിയും ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എ സെയിൽസ് പേഴ്സൺ ലേൺസ് as much as possible about the prospective customer before making sales call. അതായത് അവരെ വിളിച്ചോ അല്ലെങ്കിൽ അവരിലേക്ക് എത്തിയോ സംസാരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെക്കുറിച്ച്, അതായത് നമ്മൾ ആരിലേക്കാണോ സെല് ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്ന സ്റ്റെപ്പ് ഏതാണ്? അപ്രോച്ച് ആണോ? അല്ല, അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് അബൌട്ട് ലിസ്റ്റിംഗ് അല്ലെ, ആരൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇത് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. പ്രീ അപ്രോച്ച്, യെസ്, അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദമായി പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ ആരിലേക്കാണ് ഈ പ്രൊഡക്റ്റുമായി ചെല്ലുന്നത് അവരെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. സോ ദാറ്റ്സ് പ്രീ അപ്രോച്ച്. പ്രസൻറ്റേഷൻ ആ ഒരു പ്രൊഡക്റ്റ് അവരിലേക്ക് കാണിക്കുക എന്നുള്ളതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? വിച്ച് ഇസ് ഓപ്ഷൻ സി. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കൻസി 7S മോഡലിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്ട്രാറ്റജീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല മോഡൽസുകൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെക്കൻസി. BCG മെട്രിക്സ്, മൈക്കിൾ പോർട്ടർ മോഡൽസ്, ഇതെല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എനിവേ നമുക്ക് ഇത്തവണ മെക്കൻസിയുടെ 7S മോഡൽ ഡിസ്കസ് ചെയ്യാം. സോ മെക്കൻസിയുടെ 7S മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത് റോബർട്ട് വാട്ടർമാൻ ആൻഡ് ടോം പീറ്റേഴ്സ് ആണ്. ദാറ്റ് വാസ് ഇൻ 1980s. അത് മെക്കൻസി കൺസൾട്ടിംഗ് ഓർഗനൈസേഷൻ വെച്ചാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് അതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. So it's a powerful tool for assessing and analyzing the changes in internal situation of an organization. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലൊരിടത്ത് മാറ്റം വരുമ്പോൾ മറ്റൊരിടത്ത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വഴി അദ്ദേഹം പറയാനായിട്ട്, ഈ പറയുന്ന വ്യക്തികൾ ഇതിൽ ഡെവലപ്പ് ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ 7Sകളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, so based on 7 key elements which determine the organizational success, we should be interdependent and aligned for producing synergistic outcomes. സോ നമ്മൾ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൽ വരുന്ന മാറ്റം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരിടത്ത് വരുന്ന മാറ്റം മറ്റൊരിടത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ
സോ ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് നമുക്ക് ഓർഗനൈസേഷനിൽ ചേഞ്ചസുകൾ, പുതിയ അപ്ഡേഷൻസുകൾ, പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നമ്മൾ ഈ ഒരു മോഡൽ, അതായത് സ്ട്രാറ്റജിക്കലി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കും. പുതിയ സ്ട്രാറ്റജീസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നമ്മളെ, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ പെർഫോമൻസിനെ നമുക്ക് ഇതുവഴി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then providing a recommendatory framework for implementing a strategic plan of action. Now നമ്മൾ ആ ഒരു 7S മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിൽ വരുന്ന 7 elements എന്ന് പറയുന്നത്. സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ, സ്ട്രാറ്റജി, ഷെയർഡ് വാല്യൂസ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന എലമെൻസുകൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ 7 എലമെൻസുകൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഈ 7 എലമെൻസിനെ നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹാർഡ് എലമെൻസ് എന്നും സോഫ്റ്റ് എലമെൻസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സോ വാട്ട് ഇസ് ദിസ് ഹാർഡ് എലമെൻസ്? ഹാർഡ് എലമെൻസ് ആർ within the direct control of management as it can be easily defined and identified. സോ നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൺട്രോളിൽ, ഓർഗനൈസേഷൻ്റെ പൂർണ്ണമായ കൺട്രോളിൽ നിൽക്കുന്ന എലമെൻസുകളെയാണ് നമ്മൾ ഹാർഡ് എലമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഹാർഡ് എലമെൻസ്? ടോട്ടൽ 3 ഹാർഡ് എലമെൻസ് ആണുള്ളത്: സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. സോ ഫസ്റ്റ് അബൌട്ട് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു അല്ലേ, നമുക്ക് മുമ്പോട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റം വരുത്താം. നമുക്ക് എന്താണ് ഓർഗനൈസേഷണൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും അല്ലേ. നമ്മൾ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ അതിൽ നമുക്ക് മാറ്റങ്ങൾ ഈസി ആയിട്ട് വരുത്താനായിട്ട് സാധിക്കും. ദെൻ സ്ട്രക്ചർ എന്ന് പറയുമ്പം അത് ഓർഗനൈസേഷൻ്റെ ആ പൂർണ്ണമായ സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ പറയുന്ന ടോപ്പ് മാനേജ്മെൻറ്റിൽ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെ വരുന്നു, അവർ തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിലും നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം ഈസി ആയിട്ടല്ലേ. ദെൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇതിനുള്ളിലെ റിസോഴ്സും, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു എൻറ്റയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. This include day-to-day activities in which the staff members involve themselves for ensuring the completion of their assigned task. പൂർണ്ണമായിട്ട് ആ ഒരു കംപ്ലീറ്റ് ഓർഗനൈസേഷനുള്ളിലുള്ള എല്ലാത്തിനെയും കൂടെ നമുക്ക് സിസ്റ്റം എന്ന് വിളിക്കാം. ഇതെല്ലാം ഹാർഡ് എലമെൻസുകളാണ്. നൗ ഇറ്റ്സ് അബൌട്ട് സോഫ്റ്റ് എലമെൻറ്റ്സ്. സോഫ്റ്റ് എലമെൻറ്റ്സ് അപ്പോൾ എന്തായിരിക്കും? നമുക്ക് അത്രത്തോളം കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയാൻ സാധിക്കാത്ത, ഡയറക്റ്റ് കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളായിരിക്കും സോഫ്റ്റ് എലമെൻറ്റ്സ് വരുന്നത്. ദേ ആർ ലെസ് ടാഞ്ചിബിൾ ആൻഡ് ആർ ഡിഫിക്കൽട്ട് ടു ബി ഡിഫൈൻഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ്. ആസ് സച്ച് എലമെൻറ്റ്സ് ആർ മോർ ഗവേൺഡ് ബൈ ദ കൾച്ചർ. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമുക്കപ്പോൾ അതൊരു പരിധിക്കുള്ള അതിനെ പോയി കൺട്രോൾ ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഹാർഡ് എലമെൻറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരുന്ന മാറ്റവും ഓർഗനൈസേഷൻ്റെ സക്സസിനെ കൃത്യമായി ബാധിക്കുന്നതാണെന്നുള്ളതാണ്. സോ നമ്മൾ 3 ഹാർഡ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാക്കി 4 എണ്ണം എന്തായിരിക്കും? സോഫ്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. സോ സ്റ്റാർട്ടിങ് വിത്ത് ഷെയർഡ് വാല്യൂസ്. എന്താണ് ഷെയർഡ് വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ് ഓർ കോർ വാല്യൂസ് ദാറ്റ് ഗൈഡ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് കമ്പനീസ് ആക്ഷൻ. ബേസിക്കലി പറഞ്ഞ ആ ഒരു കമ്പനിയിലുള്ള എത്തിക്സ്, കൾച്ചർ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പോയിന്റ് കൊണ്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഷെയർഡ്. ഇൻ ബിറ്റ്വീൻ അവിടെയുള്ള ഒരു കൾച്ചർ, ഓർഗനൈസേഷണൽ കൾച്ചറാണ് നമ്മൾ ഷെയർഡ് വാല്യൂസിൽ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ് എന്നും നമ്മൾ പറയും കേട്ടോ. ആൻഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഏത് രീതിയിലാണ് അവിടെ ഒരു മാനേജ്മെന്റ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഒക്കെ വേരി ചെയ്തിരിക്കും അല്ലേ. ദെൻ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ വർക്കേഴ്സ്. അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെയും നമുക്ക് ഈ പറയുന്ന പോലെ കുറേ കൾച്ചർ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി ഒരാളെ ഇന്നതുപോലെ എന്ന് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അവരുടെ ക്യാപ്പബിലിറ്റീസ്, അവരുടെ രീതികൾ അല്ലേ. നമുക്ക് ബേസിക്കലി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, അല്ലാതെ ഇൻഡിവിജ്വലി ഓരോ വ്യക്തികളുടെയും ക്യാപ്പബിലിറ്റീസിലൊക്കെ നമുക്ക് മാനേജ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ നമുക്ക് സാധിക്കുമോ? ഇല്ല. ദെൻ സ്കിൽസ്. സ്കിൽസ് ഈസ് അബൌട്ട് ദ കോർ കോമ്പിറ്റൻസി ഓർ കീ സ്കിൽസ് of the employee play a vital role in defining organizational success. അപ്പോൾ ഓരോ എംപ്ലോയീസിനും വളരെ വൈറ്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രധാനമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും ഓർഗനൈസേഷൻ. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഷെയർഡ് വാല്യൂസ്, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽസ്, ഇതെല്ലാമാണ് സോഫ്റ്റ് എലമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്കിൽ നിന്ന് ഇതിനു മുമ്പുള്ള വർഷം ചോദിച്ചത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പിനേഷൻ തരുന്നു. മെക്കൻസിയുടെ 7S മോഡലിൽ വരുന്ന ആ പറയുന്ന എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത് പക്ഷേ വളരെ ഈസി ആയിരുന്നു. കാരണം അതിലൊരു 1-2 എണ്ണം എസ് എന്ന് പറയുന്ന ലെറ്ററിൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്നതല്ലായിരുന്നു. സോ ആ ഒരു ബേസിക് തോട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു.
സോ ജൂൺ 2023 മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് ചോദിച്ച മെക്കൻസി 7S ഫ്രെയിംവർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അപ്ലിക്കബിൾ ടു മെക്കൻസി 7S ഫ്രെയിംവർക്ക്? സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, അപ്രയോറി ഇറ്റ്സ് ഒബീവിയസ് വിച്ച് ഓഫ് ദ 7 ഫാക്ടേഴ്സ് വിൽ ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ചേഞ്ചിങ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സോ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന 7 ഫാക്ടേഴ്സിലും ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഈ പറയുന്ന 7 ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചും ഈ പറയുന്ന ഫേമിനെ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇൻഡയറക്ട്ലി അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാക്ടർ അല്ല, ഈ പറയുന്ന 7 ഫാക്ടറുകളിലും ചേഞ്ച് ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെയല്ല അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഇന്റർലിങ്ക്ഡ് ആണ്. ഒരു പെർട്ടിക്കുലർ എലമെന്റിൽ 7S ഏതെങ്കിലും ഒരു എസിന് മാറ്റം വന്നാൽ പോലും ഒരു ഫേമിനെ അഫക്റ്റ് ചെയ്യും. അത് ഓരോ സമയത്തും ഓരോ എലമെന്റ്സ് ആയിരിക്കും. എല്ലാ സമയത്തും ഈ പറയുന്ന 7 എലമെന്റ്സിലും മാറ്റങ്ങൾ വരണമെന്നില്ല അല്ലേ? അപ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലുമൊക്കെ എലമെന്റ്സിലായിരിക്കും. സോ ഇവിടെ പറയുന്നതിൻ്റെ ഒരു മീനിങ്ങിൽ 7 ഫാക്ടേഴ്സിലും ഒരുപോലെ മാറ്റം വരുന്നു, അതതുപോലെ ചേഞ്ചസ് വരുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എനി ഓഫ് ദി ഫാക്ടർ എന്നായിരുന്നെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വരാൻ പാടില്ല. സോ ഓപ്ഷൻ എ വരാൻ പാടില്ല എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ബിക്കോസ് ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലേ? എ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ effective organization change is the relationship between 7 factors of framework. തീർച്ചയായിട്ടും അല്ലേ? Then option C, change in any one element, change in another elements for effective organization. അതും ശരിയാണ്. ഒരു എലമെന്റിൽ മാറ്റം വന്നാൽ മറ്റൊന്നിലും അത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് അത് ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമ്മൾ സ്റ്റാർ ഫോമിലൊക്കെ അതിനെ കണ്ടത്. അപ്പോൾ സിയും എന്താണെങ്കിലും വരും. ശരിക്കും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം ബിയും സിയും ഡിയും ശരിയാണെന്നുള്ളത് അല്ലേ? സ്റ്റിൽ ഡിയിലേക്ക് വരിക. ഫ്രെയിംവർക്ക് ക്യാൻ ബി യൂസ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഓർഗനൈസേഷണൽ ചേഞ്ച്. യെസ്, ഓഫ് കോഴ്സ് ആ പോയിന്റ് നമ്മൾ അതുപോലെ ഡിസ്കസ് ചെയ്താണ്. ഫൈനൽ ഓപ്ഷൻ ഇ നോക്കിക്കേ. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ ആർ ഹാർഡസ്റ്റ് ഓഫ് മോഡൽ വൈൽ സ്റ്റാഫ് സ്കിൽ ഷെയർഡ് വാല്യൂസ് ആർ സോഫ്റ്റ് ഓഫ് ഫ്രെയിംവർക്ക്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ആക്ച്വലി പ്രശ്നം? ഈ പറയുന്ന ഹാർഡസിൽ എത്ര എലമെന്റ്സേ ഉള്ളൂ? 3 എലമെന്റ്സേ ഉള്ളൂ. അതിൽ വരുന്നതാണോ സ്റ്റൈല്? അല്ല, സ്റ്റൈൽ ഒരു സോഫ്റ്റ് എലമെന്റ് ആണ്. സോ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഇൻകറക്റ്റ് ആണ്. സോ യു ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ബി, സി, ഡി. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്ത്. നമ്മളിതിന് മുൻപ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഏരിയാസിൽ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് സ്പെസിഫിക്കലി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഏരിയാസിന് ഇപ്പോഴും അതേ പ്രാധാന്യം തന്നെയുണ്ട്. പക്ഷേ നമ്മൾ 2023 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഏതാണ്, അതായത് അടുത്ത എക്സാമിന് നിങ്ങൾ ഒന്നുകൂടി സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. സോ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ പറയുന്ന ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. സോ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.